ഹലോ, ഇന്ന് ഞാൻ ആദ്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ്. ഗാർലിക് ചീസ് ടോസ്റ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഡബിൾ ഓംലെറ്റ് ആണ്. ഇത് ഞാനിപ്പോൾ അഭിനവന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. കാരണം പുള്ളിക്ക് ഓഫീസിൽ പോകണം. ഈ ഒരു പാന് പെട്ടെന്ന് തന്നെ ചൂടായി ബട്ടർ കരിയാൻ തുടങ്ങി. അതുകൊണ്ടാണ് ബ്രെഡ് ആദ്യമേ കരിഞ്ഞു പോയത്. എന്തായാലും ഓംലെറ്റ് ഉണ്ടാക്കാം. ഓംലെറ്റ് ഉണ്ടാക്കുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ള പരിപാടിയായിരുന്നു. ഇതാണ് എൻ്റെ വർക്ക് സ്റ്റേഷൻ. മുഴുവൻ അഴുക്കുടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ എടുത്ത് മാറ്റണം. ഓംലെറ്റ് എന്തായാലും ഏതോ ഒരു രാഷ്ട്രത്തിന്റെ മാപ്പ് പോലെ ആയിപ്പോയി. എന്തായാലും ഇങ്ങനെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി നോക്കണം. ഇവിടെ ഈ കിച്ചൺ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരികയാണ്. വെളിയിൽ 2 കുരുവികൾ വന്നിരുന്ന് അവിടെ ടേബിളിൽ ഇട്ടിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോഴത്തേനും അത് സ്റ്റാച്ചു പോലെ നിൽക്കുന്നു. താഴെ ഒരെണ്ണം ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇത് കുരുവികളുടെ ഭക്ഷണമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഡോർ തുറന്നപ്പോൾ അവർ പറന്നുപോയി. ഇന്ന് കുറച്ച് മഞ്ഞുള്ളത് പോലെ തോന്നുന്നു. നല്ല ഒരു ഗ്ലൂമി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും കുറച്ച് വെയിലൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ച് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയാണ്. എന്തായാലും ചിക്കനുള്ള മാരിനേറ്റ് ഞാൻ ഉണ്ടാക്കുന്നത്. മിക്സി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരുമാതിരിയൊക്കെയാണ് അത് വന്നത്. എന്തായാലും ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിരുന്നു ചിക്കൻ. ഇത് കഴിഞ്ഞിട്ട് ചിക്കൻ ആദ്യം എടുത്തിട്ട് കുക്ക് ചെയ്യാണ്. അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഡ്രൈ ആക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇതൊരു ഇൻസ്റ്റഗ്രാം ഒരു റെസിപ്പിയാണ്. നല്ല നട്ടുച്ചയായപ്പോഴത്തേനും വെയിൽ വന്നു. അപ്പൊ ഞാൻ കുറച്ചു നേരം അവിടെ ചെന്നിരുന്ന് വെയിൽ കായാണ്. കാരണം അകത്ത് നല്ല തണുപ്പാണ്. സെൻട്രലൈസ്ഡ് എ സി ആണ്, അല്ലെങ്കിൽ തന്നെ തണുപ്പുണ്ട് ഇവിടെ. ഇതാണ് ചിക്കന്റെ ഫൈനൽ ലുക്ക്. അതിന്റെ കൂടെ ഓൾറെഡി കുക്ക്ഡ് പറാട്ട ഇവിടെ കിട്ടും, ഫ്രോസൺ. അത് ചൂടാക്കിയാണ് കഴിക്കുന്നത്. പക്ഷെ ഭയങ്കര എണ്ണയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരെണ്ണേ കഴിച്ചുള്ളൂ. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഗോക്കമോളെ എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. ഇതൊരു ചട്നി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്, മെക്സിക്കൻ സാധനമാണ്. അവക്കാഡോ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിന്റെ കൂടെ ഞാനൊരു ചിപ്സ് പോലെ ഒരു സാധനം കഴിക്കുന്നുണ്ട്. നാച്ചോസിന്റെ ഒരു വെറൈറ്റിയാണിത്. ഈ ഒരു ചട്നി പോലത്തെ സാധനം കഴിച്ചു. ലഞ്ച് ലെഫ്റ്റ് ഓവർ തന്നെയാണ് ഡിന്നറിന് കഴിക്കുന്നത്. അതുകൊണ്ട് വേറൊന്നും ഞാൻ കുക്ക് ചെയ്യുന്നില്ല.